അതിനേക്കാളും വലുതായിട്ട് വിക്കിയും എന്റെ ചേട്ടനും എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപക്ഷെ എന്തെങ്കിലും പ്രശ്നമായി ആരതി ഏട്ടത്തി അമ്മയുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞാലും വിക്കി അയക്കത്തില്ല. ആ വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്. ആരതി വീട് വിട്ട് വന്നതല്ല. ശരി, ആരതിയുടെ കാര്യത്തിൽ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ എനിക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്തേ പറ്റൂ. അത് തന്നെയാ എന്തിനാന്ന് ചോദിക്കുന്നേ. ഈ ചടങ്ങ് ചെയ്തില്ലെങ്കിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നത് വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ അമ്മേ? ഇല്ലാതിരിക്കാം. പക്ഷേ ഞാൻ ഈ ചടങ്ങുകളൊക്കെ ചെയ്തു കഴിഞ്ഞാ എന്റെ മനസ്സിന് സമാധാനം കിട്ടും. മുന്നോട്ട് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ നമ്മുടെ സൈഡിൽ നിന്ന് എന്താണ് ചെയ്യേണ്ടിരുന്നത് അത് ചെയ്തിട്ടുണ്ടെന്നുള്ള തൃപ്തിയെങ്കിലും എനിക്ക് കിട്ടും. ആ കാരണത്തിലെങ്കിലും എനിക്ക് ഈ ചടങ്ങുകൾ ചെയ്തേ പറ്റൂ. പക്ഷേ ഈ ചടങ്ങിന്റെ ചെലവിന് ആവശ്യമായുള്ള കാശ് എന്റെ അടുക്കലില്ല മോനെ. ഞാൻ എന്ത് ചെയ്യുന്നു ആലോചിക്കുക. അമ്മേ, രാധാമ്മ എന്തോ പറഞ്ഞൂന്ന് കരുതി അതെല്ലാം തലയിലെടുത്ത് വെച്ച ഈ ചടങ്ങ് പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് തീരുമാനിക്കാൻ നിൽക്കണ്ട. രാധ ഒരുത്തി മാത്രം സംസാരിക്കുമല്ലോ, അടുത്തുള്ളവരൊക്കെ സംസാരിച്ച് നമ്മളെ കളിയാക്കില്ലേ? നമ്മൾ എന്ത് ചെയ്യും മോളെ? ആരൊക്കെ എന്തോ പറഞ്ഞൂന്ന് കരുതി അമ്മ എന്തിനാ? നിനക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. നിങ്ങൾ ഈ കാലഘട്ടത്തിലുള്ളവരാ. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടില്ലെന്ന് വെച്ച് അതിനെ അങ്ങനെ തന്നെ വിടും. പക്ഷേ എനിക്ക് അങ്ങനൊന്നും പറ്റില്ല. ദിവസവും രാവിലെ അവരുടെ മുഖവും ഞാൻ കാണുന്നേ. കഷ്ടകാലത്ത് നല്ല കാലത്ത് അവരോട് ഞാൻ സംസാരിക്കുന്നേ. 4 ആൾക്കാർ ചേരുമ്പോ 1000 കാര്യങ്ങളാ സംസാരിക്കുന്നേ. അതെല്ലാം എന്റെ ചെവിയിൽ വന്ന് വീഴും. ചിലപ്പോഴൊക്കെ ഞാൻ കേട്ടാലും കേൾക്കാതെ പോലെ തന്നെ ഇരിക്കും. അപ്പോഴൊന്നും സംഭവിച്ചില്ലെന്നും പറഞ്ഞ് എന്നെ കൊണ്ട് ഇരിക്കാൻ പറ്റില്ല. കഷ്ടവും. നമ്മുടെ അടുത്ത് കാശില്ല, അതുകൊണ്ട് ഈ ചടങ്ങുകളൊക്കെ വേണ്ടാന്ന് വെച്ച് നമ്മൾ കാശ് ലാഭിക്കാമെന്നുള്ള വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. അറിയോ നിനക്ക്? വീട്ടിലെ അവസാനത്തെ കുട്ടിയവള്. ഇവൾക്ക് വേണ്ടി ചടങ്ങ് ചെയ്തില്ലെന്നും പറഞ്ഞ ആൾക്കാർ ഓരോന്ന് പറയും. നിങ്ങളുടെ അച്ഛന്റെ വാശിക്ക് നിങ്ങളും അതൊക്കെ തന്നെ പറയും. പക്ഷേ ഇവക്ക് വേണ്ടി ഈ ചടങ്ങ് നടത്തണം. അതാ എന്റെ ആഗ്രഹം. ആയിക്കോട്ടെ അമ്മേ. അമ്മയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോ അമ്മ പറയുന്നൊക്കെ ശരിയാ. ഈ ചടങ്ങ് ചെയ്യുന്നത് കൊണ്ട് അമ്മയുടെ മനസ്സിന് കുറച്ച് സമാധാനം കിട്ടുമെന്നാണെങ്കിൽ അമ്മ ആഗ്രഹിച്ചതുപോലെ അത് നടക്കും. അഞ്ജുവിന്റെ ചടങ്ങൊക്കെ നടക്കും. അതെ അമ്മേ, അമ്മയെ സമാധാനിപ്പിക്കാൻ പറയുന്നതല്ല, അതെന്തായാലും നടക്കും. അമ്മു, അത് അമ്മേ, ചിലവിനെ പറ്റി നിങ്ങൾ ചിന്തിക്കുക വേണ്ട. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതെ അമ്മേ, കാശിന്റെ കാര്യമൊന്നും അമ്മ ആലോചിക്കേ വേണ്ട. ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഒരു ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ടില്ലേ? ഇനി അമ്മ കുറച്ച് സമാധാനത്തോടെ ഇരിക്കും. നമ്മൾ കഷ്ടപ്പെട്ടല്ലേ ജീവിക്കുന്നേ. നടക്കേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റ് സമയത്ത് നടക്കും. അഞ്ജു, എടി അഞ്ജു, വന്നിരിക്കുന്ന ഞാനാ, നിന്റെ ചേച്ചി. വാതിലോർക്ക്. എനിക്ക് ആരുടെ അടുത്ത് സംസാരിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് അമ്മയെ കാണണം. അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കഥ കളിച്ചിരുന്ന കാണാൻ പറ്റുമോ? ആദ്യം നീ വാതിലോർക്ക്. അമ്മ അമ്മയുടെ വാക്ക് കേട്ടിട്ട് എന്റെ മുന്നിൽ വരുന്നേ ഇല്ല. അമ്മ തന്നെ ഇങ്ങോട്ട് വരട്ടെ. നോക്കഞ്ജു, നീ ഇങ്ങനെ വെറുതെ വാശി പിടിപ്പിക്കല്ല. ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ചേച്ചി പ്ലീസ് എന്നെ ഉപദേശിക്കാൻ വരണ്ട. നിനക്കറിയാലോ, ഇതെന്റെ പേഴ്സണൽ കാര്യമാ. ഇത് അമ്മയെങ്ങാനും അറിഞ്ഞാ പിന്നെ അടുത്തുള്ളവരൊക്കെ വിളിച്ച് എന്നെ ഹോളിലിരുത്തി ആരതി ചെയ്യുമെന്നാ പറയുന്നേ. എനിക്ക് ഇതൊന്നും ഇഷ്ടല്ല. നമ്മൾ ഏത് കാലത്താ ഉള്ളതെന്ന് പറ. നീയോ ആരതി ചേച്ചിയോ അതിഥി ചേച്ചിയോ ഒന്നും ചെയ്യാത്ത കാര്യം ഞാൻ മാത്രം എന്തിനു ചെയ്യണമെന്ന് പറ. ഇതെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞ് നിന്നെ കൺവിൻസ് ചെയ്യാനാ ഞാൻ വന്നേന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ഞാനും എപ്പോഴും നിന്റെ സൈഡ് തന്നെയാ അഞ്ജു. ഈ ചടങ്ങ് നടത്തണമെന്ന് അമ്മ പറഞ്ഞത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. ഇനി ആ ചടങ്ങ് അമ്മയ്ക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അത് നടത്തുന്നോണ്ട് എന്ത് കുഴപ്പമെന്ന് പറ. നീ 2 സൈഡും ആണല്ലോ സംസാരിക്കുന്നേ. ഞാനാണെങ്കിൽ അമ്മയോട് ഇതൊന്നും വേണ്ടെന്ന് പറയുന്നു വിചാരിച്ചപ്പോ അമ്മയുടെ ഇഷ്ടത്തിന് ചെയ്യാമെന്നാണോ നീ പറയുന്നേ? ഇത് അമ്മായിക്ക് വേണ്ടിയോ
അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർക്കോ വേണ്ടി ചെയ്യാൻ പറയുന്നതല്ല അഞ്ജു. ഇത് അമ്മയ്ക്ക് വേണ്ടി ചെയ്യണമെന്നാ ഞാൻ പറഞ്ഞേ. നിനക്ക് അറിയാവുന്നതല്ലേ ഓരോ വിശേഷ ദിവസങ്ങളിലെ പൂജകളിലും അമ്മ എത്ര ശ്രദ്ധയോടെ ചെയ്യാറുള്ളതെന്ന്. അതിൽ അമ്മയ്ക്ക് സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇറിറ്റേഷൻ ആയാലും ആ ഇറിറ്റേഷൻ അനുഭവിക്കുന്നോണ്ട് തെറ്റൊന്നുമില്ലല്ലോ. അങ്ങനെ തന്നെ എന്തിനു ചെയ്യണം? എനിക്ക് എത്ര വിഷമമുണ്ടെന്ന് അറിയോ? ഹൈസ്കൂൾ കഴിഞ്ഞു ചേച്ചി, ഞാൻ മനസ്സിലാക്ക്. ശരിക്കും മനസ്സിലാവും മോളെ, പക്ഷെ ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ചത് നിനക്ക് എന്തുകൊണ്ട് വേറൊരു ആംഗിളിൽ കൂടി ചിന്തിച്ചൂടാന്നാ. ഇക്കാര്യത്തിൽ ആരെ എത്രയൊക്കെ കൺവിൻസ് ചെയ്താലും ഞാൻ അതൊന്നും സമ്മതിക്കില്ല. എന്റെ ക്ലാസ്സിലുള്ളവർ ആരും എങ്ങനെ ആരതി ചെയ്യുന്ന ചടങ്ങുകളൊന്നും ചെയ്യാറേയില്ല. ഞാനും ചെയ്യില്ല, അത്ര തന്നെ ചേച്ചി. അമ്മ എന്തിനാ എല്ലാരും ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്നേ? അമ്മായി ചേച്ചിയെ പറ്റി എന്തോ പറഞ്ഞെന്ന് കരുതി എന്തിനാ അതും വിശ്വസിച്ചിരിക്കുന്നേ? അഞ്ജുവിനെ എങ്ങനെയെങ്കിലും സമാധാനിപ്പിക്കാം. ഒരു ദിവസം ഇറിറ്റേഷൻ ഉണ്ടായാലും പിന്നെ അതങ്ങ് മറന്നോളെന്ന് വിചാരിച്ചപ്പോ അവളും അത് സമ്മതിക്കുന്നില്ല. അഞ്ജുവിന്റെ ചടങ്ങിനങ്ങനെ ഒരുപാട് ചെലവൊന്നും ആവില്ല. ഇനി ആയാലും ഞാൻ എങ്ങനെയെങ്കിലും നടത്തും. പക്ഷെ ചടങ്ങ് ചെയ്യാൻ വേണ്ടി ഞാനും സമ്മതിക്കണോ? അത് വേണ്ടാന്ന് ഞാൻ തന്നെ അങ്ങ് തറപ്പിച്ചു പറയണോ? എനിക്ക് തന്നെ ആകെ കൺഫ്യൂഷൻ ആവുകയാണല്ലോ. ആരോട് ഞാൻ ഹെൽപ്പ് ചോദിക്കും? ഹലോ വേദാന്ത്. അമൂല്യ, കറക്റ്റ് സമയത്ത് തന്നെ നീ ഇപ്പൊ വിളിച്ചത്. നിന്റെ വോയിസ് കേട്ടപ്പോ എനിക്ക് പകുതി ആശ്വാസമായി. എനിക്ക് അറിയായിരുന്നു നീ എന്തേലും പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും ഓഫീസിൽ നിന്ന് പോയെന്ന്. ഇല്ലെങ്കിൽ എന്നോട് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നീ ഓഫീസിൽ നിന്ന് പോകേണ്ട കാര്യമില്ലല്ലോ. എന്താ പ്രോബ്ലം എന്ന് പറയൂ. എന്തിനാ ടെൻഷൻ ആവുന്നേ? സാധാരണ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാൽ എന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഈ പ്രശ്നത്തിന് എനിക്ക് ഒരു സൊല്യൂഷനും കിട്ടുന്നില്ല. ഞാനിപ്പോ വല്ലാത്തൊരു കൺഫ്യൂഷനിലാ വേദാന്ത്. ഇപ്പൊ നീ അതിന് ഒറ്റയ്ക്കല്ലല്ലോ, നിന്റെ കൂടെ ഞാനും ഉണ്ട്. എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് ഒരുമിച്ച് സോൾവ് ചെയ്യാന്നേ. അതെന്താന്ന് പറയൂ. വേദാന്ത്, നീ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അതെല്ലാം നീ സോൾവ് ചെയ്യാറുണ്ട്. അതുമാത്രല്ല, എനിക്ക് നിന്റെ കേപ്പബിലിറ്റിയെ പറ്റി ഒരു സംശയവും ഇല്ല. പക്ഷെ ഈ പ്രശ്നത്തില് നിന്റെ കയ്യിൽ ഒരു സൊല്യൂഷനും ഉണ്ടാവില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നേ. അങ്ങനെ ചിന്തിക്കണ്ട. ഒരുപക്ഷെ എനിക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നിന്റെ മനസ്സിലുണ്ടായിട്ടുള്ള ടെൻഷൻ കുറച്ചെങ്കിലും എന്നോട് ഷെയർ ചെയ്തൂടെ? എന്നോട് പറഞ്ഞാൽ നിനക്ക് കുറച്ച് സമാധാനം കിട്ടില്ല അമൂല്യ? പറയൂ, എന്താ പ്രശ്നം? ശരി, ഞാൻ പറയാം. മരുമോനെ, നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളിവിടെ ഉണ്ടാവണമായിരുന്നു. അതമ്മേ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിൽ നിന്ന് ഒരു കണക്കിന് രക്ഷപ്പെട്ട് ഇപ്പോഴൊന്ന് പുറത്തു വന്നേ. ജോലി എപ്പോഴും ഉണ്ടാകും മരുമോനെ. പക്ഷെ ഒരു പ്രാവശ്യം കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ പിന്നീട് പഴയതുപോലെ ആകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അമ്മ എന്താ ഇങ്ങനൊക്കെ പറയുന്നത്? എന്തൊക്കെയോ സംഭവിച്ചു പോയി മരുമോനെ. നിങ്ങളിവിടെ ഇല്ലായിരുന്ന സമയത്ത് വീട്ടിൽ നടക്കാൻ പാടില്ലാത്ത പലതും നടന്നു. ആണോ? എന്തു പറ്റി? വേദാന്ത് ഇവിടെ ഉണ്ടായിരുന്നില്ലേ? എന്താ പ്രശ്നം ഉണ്ടായത്? വേദാന്തിന് മാത്രമല്ല, സിദ്ധാർത്ഥിന് ശരിയായിട്ട് കാര്യങ്ങൾ അറിയില്ല. അവരെങ്ങാനും ഇത് അറിഞ്ഞിരുന്നെങ്കിൽ വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അമ്മ ഈ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് പേടിയായിട്ട് വയ്യ. എനിക്ക് നല്ല പേടിയുണ്ട് മരുമോനെ. എന്റെ മകളെന്റെ വാക്ക് കേൾക്കാതായിട്ട് കുറെ വർഷങ്ങളായി. അതുകൊണ്ടാണ് നിങ്ങളിവിടെ ഉണ്ടാകണമായിരുന്നു എന്ന് പറഞ്ഞത്. നിങ്ങളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിലെ സ്ഥിതി ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല. അമ്മ കാര്യം എന്താണെന്ന് തുറന്നു പറയേണ്ട അതും ഇതൊക്കെയാണല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാനും വളരെ ക്രിട്ടിക്കലായ ഒരു കണ്ടീഷനിലായിരുന്നു. വീട്ടിൽ ഇനി എന്തെല്ലാം പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാലും അത് എന്റെ അവസ്ഥയേക്കാൾ മോശമായിരിക്കില്ല. പ്ലീസ്, എന്താ സംഭവിച്ചെന്ന് അമ്മയൊന്ന് പറ. ആരതിയെ വിക്കി അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു.
എന്റെ അഭിപ്രായത്തില് നിങ്ങൾ ഏത് സ്ഥിതിയിലായിരുന്നെങ്കിലും അതിലും വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ നടന്നത്. എന്ത്? ആരതിയെ വിക്കി വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നോ? അമ്മ എന്തൊക്കെയാ പറയുന്നത്? സുഹാസിനി, ഇതൊക്കെ നടന്നപ്പോ നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അമ്മേ, എനിക്ക് എന്റെ ഭർത്താവിന്റെ അടുത്ത് തനിച്ചൊന്ന് സംസാരിക്കണം. അമ്മ പുറത്തേക്കൊന്ന് പോയേ. സുഹാസിനി, ഞാനിവിടെ സംസാരിക്കല്ലേ? അമ്മേ, ഇപ്പൊ അഞ്ജുവും ചടങ്ങിനെ സമ്മതിക്കുന്നില്ല. അമ്മയാണെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാനും തയ്യാറല്ല. അതിനേക്കാളും കഷ്ടം എന്താണെന്ന് വെച്ചാ ഞാൻ ആരുടെ സൈഡ് നിൽക്കൂന്നുള്ളതാ. ആരെയാ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നിന്റെ പ്രശ്നം എന്താന്ന് എനിക്കിപ്പോ മനസ്സിലായി അമ്മു. വെറുതെ ഇനി ടെൻഷൻ ആവണ്ട, ഞാൻ സോൾവ് ചെയ്യാം. ഹലോ ഹലോ വേദാന്ത്, ഞാൻ അവിടുന്ന് പെട്ടെന്ന് പോന്നതറിഞ്ഞ് അവൻ ദേഷ്യപ്പെടുന്ന വിചാരിച്ചേ. പക്ഷെ അവൻ ഒട്ടും ദേഷ്യപ്പെട്ടതേയില്ല. ഇപ്പൊ ഈ കാര്യത്തിൽ അവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും അവൻ എന്തെങ്കിലും ചെയ്യൂന്നല്ലേ പറഞ്ഞത്? എന്തായിരിക്കും അവൻ ചെയ്യുന്നേ? അല്ല, ഇവനെന്താ സൂപ്പർമാൻ ആണോ? എങ്ങനെ എല്ലാത്തിനും അവന്റെ അടുത്ത് സൊല്യൂഷൻ ഉണ്ടാവാ? ശരിക്കും ഇവന്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ടാവോ അതോ ട്രൈ ചെയ്യാന്നാണോ അവൻ പറഞ്ഞേ? അവനെ വിളിക്കുന്നതിന് മുമ്പേ 2 പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 3 പ്രശ്നമായി. അയ്യോ എന്റെ ദൈവമേ! പറയൂ സുഹാസിനി, ഇത്രയൊക്കെ ഇവിടെ നടന്നിട്ട് നീ എന്ത് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു? ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിൽ നീ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്യാൻ അനുവദിച്ചത്? നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ വിക്രാന്തല്ല, വേദാന്ത് പോലും നിന്നെ അനുസരിക്കായിരുന്നു. എന്താ സംഭവിച്ചേ? കറക്റ്റ്. പണ്ട് നമ്മുടെ വീട്ടിലെ അവസ്ഥ ഈ പറഞ്ഞ പോലെ തന്നെയായിരുന്നു. പക്ഷെ എപ്പോഴാണോ എന്റെ 2 മക്കളും ആ പ്രമേടയുടെ കുടുംബവുമായി കൂട്ടുകെട്ട് തുടങ്ങിയോ, ആ നിമിഷം മുതൽ എന്റെ വാക്കിന് അവർ മര്യാദ തന്നിട്ടില്ല. ഈ മാറ്റത്തിനൊക്കെ അവരൊറ്റയൊരുത്തിയാ കാരണം, അല്ലാതെ എന്റെ തെറ്റുകൊണ്ടൊന്നും അല്ല. ഇത് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരവല്ല. ഇവിടെ എന്താണ് സംഭവിച്ചത്? വിക്കി എന്തിനാ അങ്ങനെ പെരുമാറിയത്? വെറുതെ ഒച്ച വെക്കണ്ട, എനിക്കത് തീരെ ഇഷ്ടമല്ല. വിക്കി വേദാന്ത് കൊടുത്തിരുന്ന 50 ലക്ഷം ആരതിയുടെ കയ്യിൽ കൊടുത്തിരുന്നു. അതിൽ നിന്ന് കുറച്ച് കാശെടുത്ത് ആരതി മറിച്ചിരിക്കുക. അതവള് വീട്ടിലേക്ക് കൊടുത്തോ അല്ല വേറെന്തെങ്കിലും ചെയ്തോന്നൊന്നും എനിക്കറിയില്ല. ആരതിയുടെ മനസ്സിൽ പണത്തിനോടുള്ള അത്യാർത്തിയുണ്ട്. വിക്കിക്ക് ഇപ്പോഴാണത് മനസ്സിലായത്. ഇതിനു മുൻപും പണത്തിന്റെ പേരും പറഞ്ഞ് അവര് 2 പേരും വഴക്കിട്ടിട്ടുണ്ട്. പിന്നെയും അങ്ങനെ തന്നെ ഒരു കാര്യം സംഭവിച്ചത് കൊണ്ട് വിക്കി വലിയ ദേഷ്യത്തിലായിരിക്കെ. അതുകൊണ്ടാ അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടത്. അത്രേ ഉള്ളൂ. എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? ആ കാശ് എടുത്തത് ആരതിയല്ല. എടുത്തിട്ടില്ലെന്നോ? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കെങ്ങനെ അറിയാന്ന് ചോദിച്ചാ ആ കാശ് എടുത്തത് ഞാനാ. ഇനി മുതല് ഇത് നിന്റെ വീടാ. നീ വീട്ടിലെ മരുമോളാ. ഇനി മുതല് ഞാനുണ്ട് കൂടെ. ഇത്രയായിട്ടും നിന്റെ കൈ പിടിക്കുമ്പോ നിനക്ക് നാണം വരുന്നുണ്ടല്ലേ? നിന്റെ ചിരി കാണാൻ രസോ, നിന്റെ ദേഷ്യവും രസോ, നീ നാണിക്കുന്നത് രസാ. എന്റെ ഈ കണ്ണിൽ നീ വിശ്വസുന്ദരിയാ, അല്ലല്ല ലോകസുന്ദരിയാ. മോണാലിസ ഏറ്റവും സുന്ദരി എന്ന് പറയാറ്, പക്ഷെ നീ ഉണ്ടല്ലോ അവളേക്കുള്ള സുന്ദരിയാ. എന്നാൽ ആ സൗന്ദര്യം ഉണ്ടല്ലോ എനിക്ക് മാത്രമുള്ളതാ. താഴോട്ട് നോക്കാതെ എന്റെ മുഖത്തോട്ട് നോക്ക്. അയ്യേ എന്ത് രസമായിട്ട് നാണിച്ചിരിക്കുന്നേ. എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ പോയി കിടക്കട്ടെ. ഗുഡ് നൈറ്റ്. എന്റെ വിക്കി